ഇവിടാണ് അതിന്റെ പുറകിലുള്ള മെയിൻ കക്ഷി. ആദ്യം തൊട്ടേ എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് അവര് ഇന്റർവ്യൂ കൊടുത്തേക്കുന്ന ഒരു രീതി അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറയണമായിരുന്നു. ഇത് ഒരു ചാനലിൽ മാത്രമല്ലേ കൊടുക്കുന്നത്. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിന് പറയാറുന്നതിന് കുറച്ചുകൂടി നമുക്ക് ജെന്യൂനിറ്റി ആയിട്ട് നമുക്ക് തോന്നിയാണ്. അപ്പൊ പത്രക്കാർക്ക് ഇത് ജെനുവില്ലെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്ന ജോയി ഇവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാൽച്ചേട്ടനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഉറങ്ങി കിടക്കുന്ന അവസ്ഥയില്ല. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചു. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 6 വർഷത്തിന് ശേഷം ലക്ഷ്മി ഇന്നലെ ഒരു മാധ്യമത്തെ കണ്ടു. ഒരു മാധ്യമത്തെ മാത്രം, അത് മനോരമ ന്യൂസ് ചാനലാണ്. ആ ന്യൂസ് ചാനലിലൂടെ ഇന്നലെ വൈകുന്നേരം ലക്ഷ്മിയുടെ അഭിമുഖം പുറത്തുവിട്ടിരുന്നു 6:30 മണിക്ക്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ അഭിമുഖം കാണുമ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള അതൃപ്തി നമ്മളെല്ലാവരും തുറന്നു പറഞ്ഞിരുന്നു. കാരണം ഈ ശോഭിക്കുള്ള ഒരു താല്പര്യം പോലും ലക്ഷ്മിക്കില്ലേ എന്നുള്ള തരത്തിലാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് മരണപ്പെട്ടത്. അതിന് കാരണക്കാരൻ ഈ അർജുനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മൊബൈൽ ഫോണും പിന്നെ പേഴ്സും ഇവർക്ക് കൊടുക്കാതെ, ചോദിച്ചപ്പോൾ മാത്രമാണ് പേഴ്സെങ്കിലും കൊടുക്കാൻ തയ്യാറായത്. എന്നിട്ട് മൊബൈൽ ഫോൺ 3-4 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നാണ് പറഞ്ഞത്. അതായത് മറ്റുള്ളവരുടെ മൊബൈല് എന്തിനാണ് ഈ കൂട്ടുകാരൻ കൊണ്ടുപോയത്? എന്നിട്ടും ആ കൂട്ടുകാരനെ തള്ളിപ്പറയാതെ നിങ്ങളാണ് എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് തന്നെ തറപ്പിച്ച് പറയണമായിരുന്നു. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കേസുകളിലും പിടിപെട്ട് പിന്നീട് ജയിലിൽ വരെ കിടന്നവന്മാരാണ്. ഇവന്മാരൊക്കെയാണ് ഒരു പാവം മനുഷ്യൻ്റെ മകൻ്റെ കൂടെ, അതായത് ആ മനുഷ്യനും അതുപോലെ തന്നെ ആ അമ്മയും ഇപ്പോഴും തന്നെ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കില്ല. 2 മക്കളാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്നത്. ബാലഭാസ്കറും അതുപോലെ തന്നെ മീര എന്ന് പറയുന്ന ഒരു മറ്റൊരു മകളും. ഇവർ 2 പേരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഒരാൾ പോലുമില്ല. ആ ഒരു സന്ദർഭത്തിലും ഈ മകൻ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ നാട്ടുകാരെ പോലെ തന്നെ, അതായത് ഇവർക്കുള്ള ദുഃഖം തന്നെയാണ് നാട്ടുകാരെ എല്ലാവർക്കും ഉള്ളത്. ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത്, അതിൻ്റെ പുറകിൽ ആരാണ്? കാരണം ഇതൊരു അപകട മരണമാണെന്ന് വിശ്വസിക്കാൻ ഒരു കാലത്തും നമുക്കാർക്കും കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ എന്ന് പറയുന്നവൻ അവൻ ക്രിമിനലാണ്, അവൻ നുണയനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനെ പല ആൾക്കാരും പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയാണ് അവൻ പലതും അന്നു മുതൽ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും ബാലഭാസ്കറും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പോലും ഇന്നലെ പറയുമ്പോൾ നമ്മളാകെ മുകളിലോട്ട് നോക്കിപ്പോയി. കാരണം ലക്ഷ്മി പറയുകയാണ് അവൻ ചെറിയ പ്രായത്തിൽ അവൻ എന്തോ തെറ്റ് ചെയ്തു. അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ലക്ഷ്മി പറയുന്നത്. അവൻ കവർച്ച കേസിൽ പ്രതിയാണ്, അവൻ ആൾക്കാരെ ആക്രമിക്കുന്ന കേസിൽ പ്രതിയാണ്. ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു ക്രിമിനലിനെ വീണ്ടും വീണ്ടും ലഘൂകരിക്കുകയാണ്. അതായത് അവൻ പാപമാണ്, അവൻ അറിയാതെ ചെയ്തതാണ്, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിപ്പറയണം. അതായത് അവൻ ഞങ്ങളെ ചതിച്ചു, ചതിയൻ തന്നെയാണ് അവൻ എന്ന് തന്നെ പറയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ കൊണ്ടുപോയ ടീമിനെ അവരെന്തിനാണ് ഇങ്ങനെ സേവ് ചെയ്യുന്നത്? അതായത് ഇന്നയാളെ അവരെ അങ്ങ് തള്ളിപ്പറഞ്ഞൂടെ? എന്തിന് ആ ദേഷ്യമെങ്കിലും അങ്ങ് തീർത്തൂടെ? ഇനി അവരല്ല ഇത് ചെയ്തതെങ്കിൽ നമുക്കെല്ലാവർക്കും സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഇതിനൊരു മറുപടി ഇതാ. അതായത് 4 ദിവസം എന്തിന് ഇവന്മാർ ഫോൺ കയ്യിൽ വെച്ചു? ഈ 4 ദിവസം കൊണ്ട് ഈ ഫോണിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ മാറ്റിയത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തന്നു, ശരിയാണ്. ഈ ഫോണിൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? പിന്നെ ഈ ഫോൺ അന്ന് തന്നെ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഇപ്പോഴും ലക്ഷ്മി വന്നിരുന്ന് ഓരോ വാക്ക് പറയുമ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ലക്ഷ്മി ഈ 6 വർഷമായില്ലേ, ഇനിയെങ്കിലും പറയാതിരുന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഈ തനിക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വലിയ പ്രശ്നമാകുമോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം, അതായത് ഈ ഫോൺ കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്തവൻ്റെയും അവൻ്റെ കൂട്ടുകാരൻ്റെയും ബാലഭാസ്കറിൻ്റെ കുറേ കൂട്ടുകാരൻ്റെ മൂർഖം പാമ്പുകളായിട്ടുങ്ങളെ വെറും പാമ്പുകളാണ്. കാരണം വിശ്വസിക്കാൻ പറ്റൂല. ഇവന്മാരുടെ എല്ലാം ഉപദേശം കേട്ടുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ തയ്യാറായത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് ഇനിയും ഈ കേസ് ഇങ്ങനെ കുത്തിപ്പൊങ്ങുകയാണോ എന്നുള്ള തരത്തിൽ ഈ ലക്ഷ്മി ഇപ്പോൾ ഇവരുടെയൊക്കെ സമ്മർദ്ദപരമായിട്ട് ഈ പറഞ്ഞതാണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മി ഇത്രമാത്രം ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ ഒരു സഹോദരി മരിച്ചപ്പോൾ പോയില്ലേ? അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അവർ പല ചാനലുകളിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രതികരിക്കൂലൊന്ന്, ഒരു പ്രതികരണവും ഇല്ല.
പിന്നെയെന്ന് പറഞ്ഞത് ഈ പിന്നെന്താ പറയേണ്ടത്, ഈ അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അതായത് അയാളൊരു ഗുരുനാഥനാണ്. ആ മനുഷ്യൻ മരിച്ചപ്പോഴും വരെ പോയിട്ടില്ല. നമുക്ക് സംശയിച്ചൂടെ? ലക്ഷ്മീനെ സംശയിച്ചൂടെ? ലക്ഷ്മി എന്തുകൊണ്ട് വാ തുറന്നില്ല? അപ്പോൾ ഇന്നലെ എല്ലാം ഗത്യന്തരമില്ലാതെ മനോരമ ന്യൂസ് ചാനലിനെ മാത്രം വിളിച്ചിട്ട് ചെയ്ത ഒരു പണിയാണ്. സോബി പറയുന്നത് പോലെ തന്നെയാണ് ഞാനും പറയുന്നത്. അതായത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് ഒരു വിശദീകരണം നടത്തിയിരുന്നുവെങ്കിൽ ലക്ഷ്മിക്ക് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നേനെ. അതുറപ്പാണ്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് തയ്യാറാക്കിയ ചോദ്യം മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടാകും ഇന്ന ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ, അങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടി. മറ്റല്ല, ഈ മാധ്യമ ഇതാണെങ്കിൽ, അതായത് ഒരു വാർത്താ സമ്മേളനമാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നേനെ. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ലക്ഷ്മി കൊടുക്കേണ്ടി വന്നേനെ. കാരണം മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള ഇത് തന്നെയാണ്. ഈ പിന്നെ 4 ദിവസം എന്തിനാണ് ഇയാൾ മൊബൈൽ കയ്യിൽ വെച്ചത്? അതുമാത്രവുമല്ല, ചോദിച്ചപ്പോൾ മാത്രമാണ് പേഴ്സ് പോലും കൊടുക്കാൻ തയ്യാറായത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരാളുടെ ഒരു മൊബൈൽ, ആ മൊബൈൽ എന്തിന് മറ്റൊരാൾ ഞാൻ 4 ദിവസം കൂടി കയ്യിൽ വെച്ചിട്ട് തരാം എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരം മറക്കാനില്ലേ? അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നല്ലൊരു കള്ളത്തരം ആ ഫോണിൽ തന്നെയുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇമാതിരി തോന്നിയവാസം കാണിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പിടിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനവും നല്ല പണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചില എച്ചിൽ പട്ടികളുണ്ട്. നക്കിയെന്ന് പറഞ്ഞാൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും. അങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നലെ ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് അത്രത്തോളം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് പറയുന്നത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണാൻ പോലും താല്പര്യമില്ല. പക്ഷേ ഈ ലക്ഷ്മി ഇന്നലെ പറഞ്ഞത് അവരുടെ മകനാണ്, അവരുടെ ഇതാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. പിന്നീട് ആ വീട്ടിലേക്ക് എന്നാൽ ഇനി എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ കുഞ്ഞു പോയി, ഇനി ആ അമ്മയ്ക്കും അച്ഛനും ഞാനേ ഉള്ളൂ, പഴയതൊക്കെ മറക്കാം എന്നുള്ള തരത്തിൽ പോയിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അമ്മ എങ്ങനെ ഇഷ്ടപ്പെടും? അമ്മയെ കുറ്റം പറയുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും ഈ ഒരു കാര്യം കേൾക്കണം. പഠിക്കാൻ പോയ 22 വയസ്സുള്ള മകൻ ഒരു കൂലിയോ ജോലിയോ ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് കല്യാണം കഴിക്കുമ്പോഴേ എല്ലാ അമ്മമാർക്കും ദേഷ്യം വരും. അതുപോലെ പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ്. ഇവരുടെ വീട്ടിലുള്ള ഒരു പിന്നെന്താ പറയുക ജന്മന കുറച്ച് വൈകല്യമുള്ള ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയെ നോക്കുന്നതിൽ അമ്മ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സകല പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഈ മകനിലായിരിക്കാം. ഈ മകൻ ഇതുപോലെ ചെയ്ത് മകൻ വിട്ടുപോകുമ്പോഴും മകൻ ഇനി തന്നെ കാണാൻ വരില്ല, ഇല്ലെങ്കിൽ മകനുമായിട്ട് ഇനി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് തോന്നുമ്പോഴേ എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു വേദന തന്നെയാണ് അവർക്ക് തോന്നിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് ഇത്രമാത്രമായിട്ടുള്ളൊരു പ്രശ്നമോ ഇതൊന്നും കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 6 വർഷം മിണ്ടാതിരുന്ന ലക്ഷ്മി ഇന്നലെ മിണ്ടാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ബാലഭാസ്കറിൻ്റെ കൂടെയുള്ള ആൾക്കാരെ പോലെയാണ് ലക്ഷ്മി സംസാരിച്ചത്. കാരണം ബാലഭാസ്കറിൻ്റെ കൂടെയുള്ളവരൊന്നും നല്ലവരായിരുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ അത്രയും വൃത്തികെട്ട ടീമുകളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.